കഞ്ചാവുമായി റാപ്പർ വേടൻ അറസ്റ്റിൽ. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ലഹരി ഉപയോഗിച്ചത് വേടൻ സമ്മതിച്ചുവെന്ന് പോലീസ്. കഴുത്തിലെ മാലയിൽ പുലിപ്പല്ല്. വനവകുപ്പ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. ഇടുക്കിയിൽ സർക്കാർ വാർഷിക പരിപാടിയിലെ വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും മോഡൽ സൗമ്യയും എക്സൈസിന് മുന്നിൽ. നടന്മാരുമായുള്ള പെൺവാണിഭ ലഹരി ഇടപാടുകൾ സമ്മതിച്ച സൗമ്യ 6 നടന്മാർക്ക് ലഹരി നൽകിയെന്നും കുറ്റസമ്മതം. ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ശാരീരിക അസ്വസ്ഥത പ്രകടമാക്കി ഷൈൻ. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ. ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ. പ്രതിരോധ മന്ത്രി വീണ്ടും പ്രധാനമന്ത്രിയെ കണ്ടു. പ്രതിരോധ കാര്യങ്ങൾക്കായുള്ള പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം തുടരുന്നു. യോഗത്തിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധിയും. അതിർത്തി സംഘർഷങ്ങൾക്കിടെ ആയുധക്കരുത്ത് കൂട്ടി ഇന്ത്യ. 26 റഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഫ്രാൻസുമായി 3000 കോടിയുടെ കരാർ. പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി ചൈനയും തുർക്കിയും. ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ച 16 പാക് യൂട്യൂബ് ചാനലുകൾക്ക് രാജ്യത്ത് നിരോധനം. BBC ചാനലിന്റെ റിപ്പോർട്ടിംഗിൽ കേന്ദ്രത്തിന് അതൃപ്തി. കൊല്ലം തുഷാര കൊലക്കേസിൽ ഭർത്താവ് ചന്തുലാലിനും ഭർത്തൃമാതാവ് ഗീതാലാലിക്കും ജീവപര്യന്തം. പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴയുമടയ്ക്കണം. കോടതി വിധിയിൽ തൃപ്തരെന്ന് തുഷാരയുടെ കുടുംബം. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി മെയ് 6-ന്. കെ.എം. എബ്രഹാമിന്റെ സ്വത്തുവിവരങ്ങൾ അന്വേഷിച്ച് CBI. അന്വേഷണ പരിധിയിൽ മുംബൈയിലെ 3 കോടിയുടെ അപ്പാർട്ട്മെന്റും കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സും. CBI സംഘം തേടുന്നത് 12 വർഷത്തെ സ്വത്തുവിവരങ്ങൾ. വാക്സിൻ എടുത്ത ശേഷവും 5.5 വയസ്സുകാരിക്ക് വിഷബാധ. മലപ്പുറം കാക്കത്തടം സ്വദേശിയായ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ. ചികിത്സാ പിഴവെന്ന ആക്ഷേപം.